വീണ്ടും തുടങ്ങിയല്ലേ സാർ? ഇവൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ പണം തട്ടിപ്പറിച്ചോണ്ട് ഓടിപ്പോ ഞാൻ പിടിക്കാൻ ഓടിച്ചതാ. വേണ്ടിപ്പോരുത്. 5 വർഷം ജയിലിൽ കിടന്ന് പോരല്ലേ? സാർ, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ചോദിക്കണം സാർ. ഇവൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ കാശ് തട്ടിപ്പറിച്ചോണ്ട് ഓടിയപ്പോ ഞാൻ പിടിക്കാൻ കൂടെ ഓടിയതാ. ഞാനല്ല, ഇവനാണ് കള്ളൻ. അല്ല സാർ, ഇവനാണ്. അവനെ വിടാൻ മര്യാദക്ക് സറണ്ടർ ആകുന്നതാണ് പറഞ്ഞത്. ഇല്ല, ഇനി എന്നെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പണം ബാങ്കിൽ നിക്ഷേപിക്കും. എന്നെ വിടണം സാർ. ഞാൻ കള്ളനല്ലെന്ന് ഞാൻ തെളിയിച്ചോളാം. ശാരദേ, ശാരദേ, ശാരദ, എന്റെ റിവോൾവർ. ഇങ്ങോട്ട് ഭാരതി. എന്റെ അമ്മേ, ഇവരെന്നെ കണ്ണു കണ്ടൂടെ? ഇവൻ എവിടെ വെക്കണ്ടായിരുന്നു? സാർ, വീട്ടിൽ വഴക്കമില്ലെന്നാണോ സാറേ? ആരാ അവിടുത്തെ പെട്ടി എടുത്തോണ്ടിയത്? അന്ത് കേരള അയ്യോ, എന്റെ ഓട്ടോ വെക്കൊണ്ട് പോണേ. വിട്ടോ, പണം വിട്ടോ. വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്താൻ. എന്റെ പണം നീ തട്ടി. നിന്റെ പണം, പണം മര്യാദയ്ക്ക് തരാം. നിന്റെ പണം മോണം. പെട്ടിയിടാൻ നിനക്കെന്താ കാര്യം? ഈ പെട്ടിയിലെ തിരിച്ചേൽപ്പിക്കാതെ എന്റെ പണം തട്ടിപ്പറിച്ചിട്ട് എന്നെ കള്ളനാക്കൊല്ലണം. അങ്ങോട്ട് പോ. മര്യാദ കേരളനെ പറഞ്ഞത്. പട്ടി വീടില്ലടാ നിന്നെ. നന്നാന്ന് വിചാരിച്ചാലും നീ ഒന്നും സമ്മതിക്കില്ലടാ.
എടാ 5 കൊല്ലം ശരിക്കും അനുഭവിച്ചവനാടാ ഞാൻ. ഇനി നീ കാരണം ഒരു 5 കൊല്ലം ഇല്ല. ഇല്ലടാ. നിന്നെ പോലീസിൽ ഏൽപ്പിക്കാതെ എനിക്ക് ജീവിക്കാൻ ഒക്കില്ലടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊന്നും കേൾക്കണ്ട. കേട്ടേ പറ്റും. എനിക്കിതില് 1 ലക്ഷം രൂപ മതി, ബാക്കി താഴെ എടുത്തോ. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പോലീസിന് പിടികൊടുക്കുകയും ചെയ്യാം. എന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിത് ചെയ്തത്. എന്നെ പ്രതീക്ഷിച്ച് അവൾ ആശുപത്രി കിടക്കുക. അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ എവിടെ വേണോ വരാം. അതുവരെ എന്നെ തടയരുത് പ്ലീസ്. ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങള് ബോധക്കേടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു ബോധക്കേട്? ഡോക്ടർ എന്ത് പറയുന്നു? ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അവസ്ഥയല്ലേ. മെഡിക്കൽ സയൻസിന് അജ്ഞാതമായ എത്രയോ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തൽക്കാലം ഡിസ്റ്റർബ് ചെയ്യണ്ട, റെസ്റ്റ് എടുക്കട്ടെ. ഇതിനു മുമ്പ് ഇങ്ങനെ ബോധക്കേട് വന്നിട്ടുണ്ടോ? എന്നെ പെണ്ണുവാക്ക വന്നപ്പോ ഇങ്ങനെ ഒന്ന് ബോധം കെട്ടു. പക്ഷെ അന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ? ഇവരുടെ അപ്പാവൊക്കെ കൂടെ കൂടെ ബോധം പോകും. പക്ഷെ അത് മദ്യപാനം കഴിച്ചിട്ടാ. ഓക്കെ ബോധം തെളിഞ്ഞാൽ ഉടനെ വിവരം അറിയിക്കണം. അറിയിക്കാം സർ. അത്ത அவங்க പോയാച്ചി. പാത്തിട്ട് നിൽക്കാതെ വെളുത്ത് മേലെ വെയി കാമാക്ഷി. ആമാ എത്ര നാളേക്ക് ഇങ്ങനെ ബോധമില്ലെന്ന് നടിച്ച് കിടക്കാൻ പോണു? പോലീസ് അവനെ പിടിക്കുന്ന വരയ്ക്കും. ஆனா ஒரு சின்ன ப்ராப்ளம் இருக்கு. ചൊല്ലി തോലെ. டாக்டர் சொல்லியாச்சு, ஆ. பேப்பட்டி கடிச்சா கூட இந்த மாதிரி போதக்கேடு வருவன்னு. அது நிஜமாவே போதம் கிடும். ஆமா, நீ எதுக்கு பேப்பட்டியை என்னையும் கனெக்ட் பண்ற? உங்களோட வயிற்றுல பொக்குள்ள சுற்றும் 14 இன்ஜெக்ஷன் போடணும்னு டாக்டர் പറഞ്ഞു. பொக்குலா? கடவுளே, என்னோட பொக்கு. അത്താ 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 ഡോക്ടർ. തൊഴിലാളികൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് ശമ്പളം കൊടുത്തല്ലേ പറ്റൂ. സ്വാമി തന്നെയാണോ സ്ഥിരമായ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പോകാറില്ല? ഇത് രണ്ടുപേരും കൂടിയുള്ള ഒരു ഒത്തുകളിയാണെന്ന എന്റെ ബലമായ വിശ്വാസം. ഒരുത്തൻ തട്ടിപ്പറിച്ചോണ്ട് ഓടുക, അവനെ പിടിക്കാനെന്ന മട്ടിൽ മറ്റവൻ പിറകെ ഓടുക. ഹൗ ഇസ് ഇറ്റ്? അവരിൽ ഒരുത്തൻ ഞങ്ങളുടെ ലിസ്റ്റിൽ നേരത്തെ ഉള്ളവനാ. അവനെ ലാക്കാക്കിയാണ് ഞങ്ങളുടെ നീക്കം. എനിവേ, എത്രയും വേഗം അവരെ കസ്റ്റഡിയിലെടുത്ത് എന്റെ പണം തിരിച്ചു കിട്ടാനുള്ള ഏർപ്പാട് താങ്കൾ ഉണ്ടാക്കണം പ്ലീസ്. ഞാൻ പരമാവധി ശ്രമിക്കാം. താങ്ക് യു. മുതലാളിണ്ടോ? അകത്തുണ്ട്. എന്തായി? വല്ല വിവരവും കിട്ടിയോ അവന്റെ? മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം. ബെന്നി കടന്നു കളഞ്ഞു. അപ്പൊ എന്റെ സ്വർണം അതും കൊണ്ടാ പോയത്. വേറൊരുത്തനെയും കൂടെ അവർ കൂട്ടുകിട്ടിയിട്ടുണ്ട്. 2 പേരും ചേർന്ന് ഒത്തു കളിച്ച് പെട്ടിയും കൊണ്ട് കടന്നു കളഞ്ഞു. എവിടുന്ന അവന്മാര് സ്വർണം പൊക്കിയത്? ലോക്കറിൽ നിന്നാവാനേ വഴിയുള്ളൂ. നാട് വിടുന്നതിന് മുമ്പ് അവരെ പിടിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാത്തിനും കൊന്നുകളയും ഞാൻ. എന്റെ ദൈവമേ! എന്താണ് സർ. യു ആർ സസ്പെൻഡഡ്. അയ്യോ സാറേ, ഞാൻ നോ എക്സ്പ്ലനേഷൻ. സാർ സാർ ബാലചന്ദ്രൻ എവിടെ? റൂമിലുണ്ട് സാർ. ഞാൻ വന്ന് അറിഞ്ഞില്ലേ? എന്തോന്ന് പുഴുകത്തില്ല ആളകത്ത്? വ്യക്തമായിട്ട് അറിയില്ല സാർ. ശരൺ, എടോ, മേലുദ്യോഗസ്ഥന്റെ പവർ കാണിക്കാതെ കീഴിലുള്ള CSI കാണാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നൂടാ. അത് ഇതുവരെ എനിക്ക് പിടികിട്ടാത്ത കാര്യമാണ് സാർ. തനിക്ക് പിടി കിട്ടില്ലല്ലോ. യു ആർ എ ഫൂൾ. യെസ് സാർ. സർക്കിൾ അദ്ദേഹം വിവരമാണ് സാർ പറയുന്നത്. സാർ ഞാൻ സാർ സല്യൂട്ടിന് മാത്രമേ ഇവിടെ ഒരു ക്ഷാമമില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നില്ല എടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ല പ്രശ്നം. എങ്ങോട്ടാണ് അന്വേഷണം എന്ന് അറിയേണ്ടത്. സാർ. എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാ. ആട്ടെ, ഈ കളവ് പോയ ഓട്ടോറിക്ഷയുടെ തുമ്പ് വല്ലതും കിട്ടിയോ? തുമ്പ് മാത്രല്ല, എല്ലാം കൂടെ പെറുക്കി കൂട്ടിയപ്പോ ഏതാണ്ട് മുഴുവൻ പാർട്സും കിട്ടി. പാർട്സേ താൻ പുഴുങ്ങി തിന്നാ മതി.
എടോ അവന്മാരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. ചിലപ്പോ വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല. അതിലൊരുത്തിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെടുത്ത് ചോര ഒഴുകിയ പാടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചോ? ഞങ്ങൾ മെസ്സേജിൽ കൊടുത്തോണ്ടിരിക്കുക സാർ. എങ്ങോട്ട്? സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും. അത് പോരാ, ആ. പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. അതെവിടെയാ സാർ? ഏത്? ഈ പ്രാന്തപ്രദേശം കൂനമ്മാവിന്റെ അടുത്ത്. അതൊന്ന് നോട്ട് വെക്കാം. പുഴുക തിന്നാനായി അയ്യോ. 24 hours കാര്യമായ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ സസ്പെൻഡ് ചെയ്യും.